എല്ലാവർക്കും നമസ്കാരം. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് നമസ്കാരം. ഞാനൊരു കുറേ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കുറച്ച് പേരെങ്കിലും എന്നെ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ ചെയ്തിട്ട് അങ്ങനെ. അപ്പോൾ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഇന്ന് അത്യാവശ്യം പേഷ്യൻസ് ഒക്കെ ഉള്ള ദിവസമാണ്, ശനിയാഴ്ചയാണ്. പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഞാൻ വരാമെന്ന് രണ്ടാമതൊന്ന് ആലോചിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു. കാരണം ഒന്ന്, കുട്ടികൾ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന അച്ഛനമ്മമാരും അപ്പൂപ്പന്മാരും അതുപോലെ മക്കളെയൊക്കെ എനിക്ക് നന്നായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എനിക്ക് 2 മക്കളാണ്. അതിൽ മൂത്ത ആൾക്ക് 15 വയസ്സായി, പക്ഷേ രണ്ടാമത്തെ ആൾക്ക് 4.5 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു ഏജിൽ നമ്മൾ അമ്മയും അച്ഛനും ഒക്കെ അനുഭവിക്കുന്ന എല്ലാ ഫ്രസ്ട്രേഷനും എല്ലാ കാര്യങ്ങളും ഒക്കെ മനസ്സിലാവുന്ന ഒരാളാണ് ഞാൻ. കാരണം ഞാൻ തന്നെയാണ് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത്. അപ്പോൾ എനിക്ക് അതിനകത്ത് 2-3 കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഹാരത്തിൻ്റെ കാര്യത്തിലാണ്. നമ്മുടെ ക്ലിനിക്കിലേക്ക് പല കുഞ്ഞുങ്ങളും സ്കിൻ കംപ്ലയിൻസ് ആയിട്ടും അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ അവരുടെ ഓരോ ഫുഡിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കും. അപ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യം, ഈ സ്നാക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ ബിസ്ക്കറ്റ്സ് ആണ് കൊടുത്തു വിടുന്നത്. പലപ്പോഴും നമുക്ക് എളുപ്പമുള്ള കാര്യമാണ് ഒരു പാക്കറ്റൊക്കെ പൊട്ടിച്ച് ബിസ്ക്കറ്റ് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു സൗകര്യാർത്ഥം എന്നുള്ളതിനെക്കാട്ടിലും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് എന്ത് കൊടുക്കാം എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ സാധാരണ ഞാൻ എൻ്റെ രണ്ടാമത്തെ ഞാൻ പറഞ്ഞ പോലെ അയാൾ LKG പഠിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഇതേപോലെ ഞാൻ പഴമൊക്കെ റോസ്റ്റ് ചെയ്ത്, ഏത്തപ്പഴമൊക്കെ നെയ്ക്കകത്തൊക്കെ റോസ്റ്റ് ചെയ്തും അങ്ങനെ വീട്ടിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഇച്ചിരി ഒരു പച്ചക്കായൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇതൊക്കെ ചിപ്സൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. അങ്ങനെയൊക്കെ ഞാൻ ഹോം മെയ്ഡായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാൻ നോക്കാറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വരുമ്പം എൻ്റെ അടുത്ത് പറയും, അമ്മ അപ്പുറത്തിരിക്കുന്ന ആൾ ബിസ്ക്കറ്റ് കൊണ്ടുവന്നേ, എനിക്ക് ബിസ്ക്കറ്റ് കഴിക്കാൻ കൊതി വരും, എനിക്ക് ഇപ്പുറത്തിരിക്കുന്ന ആൾ കേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാൻ പറയും, മക്കളെ അത് നമുക്ക് വല്ലപ്പോഴും കഴിക്കാം, പക്ഷെ എപ്പോഴും അങ്ങനെ സ്നാക്സിൻ്റെ കൂട്ടത്തിൽ കഴിക്കുന്നത് നമുക്ക് നല്ലതല്ല എന്ന് ഞാൻ പറയാറുണ്ട്. പിന്നെ അങ്ങനെ തീരെ വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയല്ല, പക്ഷേ നമ്മൾ അത്തരത്തിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള സ്നാക്സ് കൊണ്ടുവന്ന് ഫില്ല് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു റുട്ടീനിൽ നിന്ന് മാറ്റുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ പറഞ്ഞതുപോലെ വല്ലപ്പോഴും കൊതി തോന്നുമ്പോൾ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് നമ്മൾ മാറാനായിട്ട് ശ്രദ്ധിക്കുക. അതെനിക്ക് തോന്നുന്നു ഇപ്പം സുമ മാം അല്ലെങ്കിൽ ഇവിടെ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് വിചാരിച്ചാൽ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ, എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സ്നാക്സാണ് കൊണ്ടുവരുന്നതെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല. ഫ്രൂട്ട്സ് കട്ട്സോ അല്ലെങ്കിൽ മേ ബി നട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓപ്ഷൻസ് ആയിട്ട് ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ എപ്പോഴും പറയുന്നൊരു കാര്യം, എൻ്റെ വീട്ടിലും അത് തന്നെ, അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവർ ചോക്ലേറ്റും ബിസ്ക്കറ്റും ഒക്കെ കൊടുത്ത് കുഞ്ഞുങ്ങളെ സ്നേഹിക്കും. അപ്പോൾ നമ്മൾ നോ പറഞ്ഞാലും അവരുടെ സ്നേഹം പുറത്തേക്ക് വരുന്നത് എപ്പോഴും ഇത് കൊടുത്തിട്ടാണ്. ഇതൊരെണ്ണം കഴിച്ചെന്ന് പറഞ്ഞ് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, ഇങ്ങനെയായിരിക്കും പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ എല്ലാവരും ഒരുമിച്ചൊരു നോ തന്നെ പറയുക. ഫ്രൂട്ട്സ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് നോക്കുക. ഇതൊരു അഡ്വൈസോ ഉപദേശമൊന്നുമല്ല, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാവരും കംപ്ലയിൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ആക്ടിവിറ്റി. പേരൻസ് പൊതുവെ വന്നത് ഈ കൊച്ച് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ് ഡോക്ടർ, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല, ഏത് നേരം ഇങ്ങനെ ചാടി ഓടി അത് മറിച്ചിട്ട് അങ്ങനെ നടക്കലാണ്. ഹൈപ്പർ ആക്റ്റീവ് എന്നുള്ളൊരു ടേമാണ് അവർ ഉപയോഗിക്കുന്നത്. ആക്ച്വലി നമുക്ക് ആക്ടിവിറ്റിയും ഹൈപ്പർ ആക്ടിവിറ്റിയും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാത്തതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ഇവിടെ ഇരിക്കുന്ന മുതിർന്ന തലമുറയ്ക്ക് അറിയാം, പണ്ട് നമ്മൾ മരത്തിൻ്റെ മേളിൽ കയറും, ഒരുപാട് നമുക്ക് മുറ്റമുണ്ട്, അവിടെ കിടന്നോടും മണ്ണ് വാരി കളിക്കും, അല്ലെങ്കിൽ വീട്ടിൽ തന്നെ കുറേ പേര് കാണും, 2-3 മക്കൾ കാണും. ഇവരെ ഒന്ന് നോക്കാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലെ ഹെലികോപ്റ്റർ പാരൻറ്റിങ് തന്നെ പറയണം. അതായത് നമ്മളിങ്ങനെ ഫുൾ ടൈം മോണിറ്റർ ചെയ്യുകയാണ്. അങ്ങനെ ഒന്നും നോക്കിയിരുന്നില്ല, ജസ്റ്റ് അവരെ ഫ്രീ ആയിട്ട് വിടും, അവർ കളിച്ച് തളർന്നു കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ആയാലും അത്രയും ബേർഡൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ അവർക്ക് അവരുടെ ആക്ടിവിറ്റി എത്രത്തോളം ഒന്ന് കണ്ടെത്തി, അവർക്ക് മെൻ്റലി ഹൈപ്പർ ആക്റ്റീവ് ആണോ അല്ലെങ്കിൽ അവർ ഫിസിക്കലി ഹൈപ്പർ ആക്റ്റീവ് ആണോ അത് നോക്കിയിട്ട് അവരെ ഓടിച്ച് കുഴയ്ക്കുക എന്ന് നമ്മൾ പറയും. എന്ന് വെച്ചാൽ ക്ഷീണിതരാക്കുക. അതായത് ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി കൊടുത്ത് ഓടിച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് പിന്നെ ആ ഒരു എനർജി അവർ ഡ്രെയിൻ ഔട്ട് ആവും. അപ്പം പൊതുവെ ഫ്ലാറ്റിലും ചെറിയ സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മുടെ വീട് വരുന്നത്. അപ്പം അതൊരു ഹൈപ്പർ ആക്റ്റീവ് ഇല്ല, അതൊരു ആക്ടിവിറ്റിയാണ്. നമ്മുടെ കുട്ടികൾ അത്രയും നല്ലത്. എപ്പോഴും പറയും ഇങ്ങനെ അച്ചടക്കത്തോടൊന്നും മിണ്ടാതിരിക്കുന്നതാണ് നല്ല കുട്ടി, ഒരിക്കലുമല്ല. അപ്പം ഞാൻ എപ്പോഴും പറയും, എൻ്റെ ക്ലാസ്സിൽ ഏറ്റവും അച്ചടക്കത്തോടെയും ഏറ്റവും ഇതായിട്ടിരുന്നവരൊക്കെ പതുങ്ങി ഇപ്പോഴും എവിടേക്കോ പതുങ്ങിയിരിപ്പുണ്ട്. പക്ഷേ അന്നും സംശയങ്ങൾ ചോദിക്കുകയും എല്ലാവരെയും വളരെ നന്നായിട്ട് പേഴ്സണലായിട്ട് ഹാൻഡിൽ ചെയ്ത ആൾക്കാരൊക്കെ ഇപ്പോൾ ഏതൊക്കെയോ കമ്പനികളുടെ CEO ആയിട്ടോ അല്ലെങ്കിൽ അത്രയും നല്ല നിലയിൽ ഇരിപ്പുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്നത് മോശമാണെന്നോ പതുങ്ങിയിരിക്കുന്നത് മോശമാണെന്നോ അല്ല.
നമ്മൾ അങ്ങനെ അവരുടെ ആ ഒരു രീതിയിൽ റെസ്പോൺസ് കാണുമ്പം അതിനനുസരിച്ച് അവരെ മോട്ടിവേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റി ഡ്രെയിൻ ഔട്ട് ചെയ്യാനോ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റർടൈൻമെൻ്റ് ആണ്. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം വെർച്വൽ ഓട്ടിസമാണ്. നമ്മൾ ഓട്ടിസത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. വെർച്വൽ ഓട്ടിസം എന്ന് പറയുന്നത് ഒരു പുതിയ ടേമാണ്, എല്ലാവർക്കും അറിയായിരിക്കും. നമ്മൾ ഒരുപാട് നേരം സ്ക്രീൻ ടൈം, അത് ടി വി ആയാലും ഫോണായാലും കമ്പ്യൂട്ടർ ഗെയിം ആയാലും എല്ലാം കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് ഇപ്പം ജന്മനാണ് ഈ ഓട്ടിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ കണ്ടീഷൻ വരുന്നത്. പക്ഷെ അല്ലാതെ തന്നെ നമുക്ക് റിസീവ് ചെയ്യാൻ, അതായത് ഒരു കാര്യം ഗ്രഹിച്ച് തിരിച്ചതിനെ റീപ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കൊരു സാഹചര്യത്തിനനുസരിച്ച് പെരുമാറാനൊക്കെയുള്ള കഴിവ് ഇപ്പോൾ കുറഞ്ഞു വരിക. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര സ്മാർട്ടാണ്. ഇപ്പം മിക്കവാറും ആൾക്കാർ പറയുന്നുണ്ട് എന്ത് കൊടുത്താലും അപ്പം തന്നെ ചെയ്യാം, ഫോണിനകത്തൊക്കെ എല്ലാം ചെയ്യും. ശരിക്കും പറഞ്ഞാൽ അതൊരു മിടുക്കാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഏജിൽ അത് വളരെ ഇതാണ്. ഇപ്പം കുഞ്ഞുങ്ങളുടെ ഒരു ഇതായതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത്, 3 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് സ്ക്രീൻ ടൈമേ വേണ്ട എന്നാണ് പുതിയ പഠനം വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 5 വയസ്സിനോ അല്ലെങ്കിൽ 6 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് അരമണിക്കൂർ മുതൽ 1 മണിക്കൂറിനകത്തേക്ക് സ്ക്രീൻ ടൈം റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നുമാണ് പുതിയ കാര്യം. അപ്പോൾ അതിന് പകരം നമ്മൾ എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ തന്നെ ഈ ഫോൺ ഉപയോഗിക്കുന്ന ഫുൾ ടൈപ്പ് നമുക്കൊന്ന് ഫോൺ നോക്കിയില്ലെങ്കിൽ എന്തോ ഒരു ഫ്രിഡ്ജിൻ്റെ കാര്യം പറയുന്നല്ലോ, എന്തെങ്കിലും ഒന്ന് തുറന്ന് നോക്കിയില്ലെങ്കിൽ എന്തോ പ്രശ്നമാണ്. ആരും വിളിക്കാനുമില്ല, പറയാനുമില്ല, മെസ്സേജ് അയക്കാനുമില്ല. പക്ഷേ ഇങ്ങനെ ഇരിക്കുന്നതിനകത്ത് എന്തോ ഒരു എൻ്റർടൈൻമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് കണ്ട് കുഞ്ഞും അതിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്നെ ക്ഷണിച്ച സുമ മാമിനും അതുപോലെ പ്രവീണിനും ഞാൻ എൻ്റെ താങ്ക്സ് അറിയിക്കുന്നു. ടൈം കിഡ്സിന് എല്ലാവിധ ആശംസകളും. പഠിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളും നല്ല നല്ല കുട്ടികളായിട്ട് എന്ന് പറയുമ്പോൾ എല്ലാവരോടും ഇന്നത്തെ തലമുറ എനിക്കൊന്നെങ്കിൽ ബഹുമാനം എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര ഓവർ ആക്ഷനോ കാര്യങ്ങളോ ഒന്നും അല്ല, എങ്കിലും അതൊക്കെ ഇച്ചിരി കുറഞ്ഞു വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളൊരു മട്ട് ഇപ്പോൾ കുട്ടികൾക്കും ഉണ്ട്, അത്ര ആ ഒരു രീതിയിലേക്ക്. അപ്പോൾ അതൊക്കെ നല്ല കുഞ്ഞുങ്ങളായിട്ടും നല്ല വാല്യൂസ് പഠിച്ചും ഒക്കെ വരുമ്പോഴാണ് എവിടെയും നമ്മളൊരു വ്യക്തിയായിട്ട് ഒരാൾ അംഗീകരിക്കപ്പെടുന്നത് എന്നുള്ളതാണ് എൻ്റെ ലൈഫിലൂടെ എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് താങ്ക് യു.